വിജയകുമാർ, അതിൽ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച കാര്യം പ്രസക്തമാണ്. ഈ രീതിയിൽ ഏറ്റവും ആദ്യം ഇന്ന് പുറത്തുവന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം ആദ്യം സോഷ്യൽ ട്രൂത്തിലും പിന്നീട് എക്സിലും പങ്കുവച്ച ഒരു പോസ്റ്റ്. അതിൽ പറയുന്നു, ഈ രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിന് അത് തീരുമാനിച്ചിരിക്കുന്നു, അതിൽ രണ്ട് രാജ്യങ്ങളെയും അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നു. അതിന് പിന്നാലെ അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ പിന്തുണച്ചുകൊണ്ട് ഇഷക്ദറിന്റെ പോസ്റ്റ് വരുന്നു. അതിനു മുമ്പേ JD വാൻസും മാർക്കോ റൂബിയോയും എല്ലാം ഇതേ കാര്യങ്ങൾ പറയുന്നു. പിന്നീട് പാകിസ്ഥാൻ രംഗത്ത് വരുന്നു. പക്ഷേ അപ്പോഴും ഇഷക്ദറിന്റെ പോസ്റ്റിലും ഇങ്ങനെ ഒരു മൂന്നാം കക്ഷി അമേരിക്കയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമോ ഒരു മധ്യസ്ഥ ശ്രമത്തിന് ഉണ്ടായി, അല്ലെങ്കിൽ അവരാണ് അതിന് തീരുമാനമാക്കിയതെന്നും എന്നൊരു പ്രസ്താവന ഉണ്ടായില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ കണ്ടു, നേരിൽ തന്നെ കേട്ടു, വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറിയാണ് അദ്ദേഹം തന്നെ പറയുന്നു, ഇതിൽ ഒരു തീരുമാനം ഉണ്ടായതിന് കാരണം ഇന്ന് 3:35 വന്ന ഒരു ഫോൺ കോൾ ആണ്. അത് പാകിസ്ഥാനിൽ നിന്നും അവരുടെ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ വിളിച്ചതാണ്. അതിനുശേഷം ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻ DGയുമായുള്ള ചർച്ചകൾ നീണ്ടുപോയി. പിന്നീട് ആ ചർച്ചകൾക്കൊടുവിൽ ഒരു തീരുമാനം വരുന്നു. ആ തീരുമാനം പ്രകാരമാണ് ഇന്ന് വൈകിട്ട് 5 മണി മുതൽ എല്ലാ രീതിയിലുമുള്ള വെടിനിർത്തൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിൽ വന്നത് എന്ന് പറയുമ്പോൾ അതിൽ അമേരിക്കയുടെ അവകാശവാദം പൂർണ്ണമായും തള്ളുന്നു എന്ന് വായിക്കേണ്ടതുണ്ടോ? കാരണം എങ്കിൽ ഒരു നോട്ടിലെങ്കിലും ആ രീതിയിലൊരു പരാമർശം മിസ്റ്റർ മിസ്റ്റി നടത്തുമായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇതിൽ പ്രജിൻ ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കൻ മധ്യസ്ഥതയിൽ ഒരു ചർച്ച എന്തായാലും ഇതിൽ നടന്നിട്ടില്ല. ഇരു രാജ്യങ്ങളോടും എസ്കലേഷന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് ഉണ്ട് എന്നതിൽ തർക്കവുമില്ല. അത് അമേരിക്ക തന്നെയല്ല, ഇപ്പോൾ പല രാജ്യങ്ങളും ഇന്ത്യയോടും പാകിസ്ഥാനോടും സംയമനം പാലിക്കണം. ഏറ്റവും ഒടുവിൽ ചൈനയുടെ ഒരു പ്രസ്താവന വന്നു. പക്ഷേ അമേരിക്ക കുറച്ചുകൂടി ക്രിയാത്മകമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഇപ്പോൾ മാർക്കോ റൂബിയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഒക്കെ നിരന്തരമായി ഇന്ത്യൻ ലീഡർഷിപ്പുമായി സംസാരിക്കുകയും എന്താണ് ഇതിൽ ഇന്ത്യയുടെ നിലപാടെന്ന് പാകിസ്ഥാനെ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നിട്ടുണ്ട്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടന്നിട്ടുണ്ട്, അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ നടന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു മീഡിയേഷൻ എന്ന നിലയിലേക്ക് അമേരിക്കയ്ക്ക് ഇതിലൊരു റോളുണ്ട് എന്നത് സംബന്ധിച്ച ഒരു സൂചനയും നമുക്ക് ഈ രണ്ട് പ്രധാനപ്പെട്ട ഇപ്പോൾ പാകിസ്ഥാന്റെയോ ഇന്ത്യയുടെയോ വിശദീകരണങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ എസ്കലേറ്റ്, ഇപ്പോൾ മിലിറ്ററി ആക്ഷൻ എവിടെ ഉണ്ടെങ്കിലും അത് എസ്കലേറ്റ് ചെയ്യുക, അത് കുറച്ചുകൊണ്ട് വരിക, അതിൻ്റെ ആഘാതം കുറയ്ക്കുക എന്നത് സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അതിനുവേണ്ടി രംഗത്ത് വരും. അതിൽ തർക്കമൊന്നുമില്ല. ആ നിലയിൽ അമേരിക്ക അതിൽ ഇടപെട്ടിട്ടുണ്ടാകാം. എന്നതിനപ്പുറത്തേക്ക് ഇതിന് അമേരിക്കൻ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ റീജിയനിലെ പ്രധാനപ്പെട്ട ശക്തികൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിന് ലീഡർഷിപ്പ് റെസ്പോൺസിബിൾ ഒരു മിലിറ്ററി പവർ എന്ന നിലയിൽ ഇന്ത്യ അതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതിലും തർക്കമൊന്നുമില്ല. അത് നമ്മൾക്കറിയാം, ഇപ്പോൾ റഷ്യ യുക്രൈൻ ചർച്ച നടക്കുമ്പോൾ ഇന്ത്യയുടെ മധ്യസ്ഥം വേണം എന്ന് യുക്രൈൻ തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞത് ഈ റീജിയനിലെ ഒരു പ്രധാനപ്പെട്ട പവർ എന്ന നിലയിൽ റെസ്പോൺസിബിലിറ്റി ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി കൂടുതലുണ്ട് എന്നതൊരു വസ്തുതയാണ്. തന്നെയുമല്ല, പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വൾണറബിൾ ആണ്. അങ്ങനത്തെ ആ നിലയിൽ മിലിറ്ററിക്ക് മുകളിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഒരു സ്വാധീനമുള്ള രാജ്യമൊന്നുമല്ല, ഒരു സ്റ്റേറ്റ് ഒന്നുമല്ല പാകിസ്ഥാൻ. പക്ഷേ ഇന്ത്യ അങ്ങനല്ല. ഇവിടെ ഒരു ജനാധിപത്യ സർക്കാരുണ്ട്. എക്കാലത്തും ആ സർക്കാരാണ് നിയന്ത്രിക്കുന്നത്. സൈന്യം ആ സർക്കാരിന് കീഴിലാണ്. സർക്കാർ പറയുന്നത് പാലിക്കുകയാണ് സൈന്യം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ സൈനികമായി തിരിച്ചടിക്കാൻ സേനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. സമയവും സ്ഥലവും സാഹചര്യവും അവർ തീരുമാനിക്കുമെന്ന് പറഞ്ഞത് നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു തീരുമാനമാണ്. അതാണ് സൈന്യത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം അറിയിച്ചത്. അതിനുശേഷമാണ് അത്തരം നടപടിയിലേക്ക് പോയത്. പക്ഷേ ആ നിലയിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നുമുള്ള സ്റ്റേറ്റായി പാകിസ്ഥാനെ അങ്ങനെ കണക്കാക്കാൻ കഴിയുമെന്ന് നമുക്ക് കരുതാനേ കഴിയില്ല. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിലൊരു ലീഡർഷിപ്പ് റോൾ എടുത്തിട്ടുണ്ടോ എന്നത് തീരുമാനിക്കേണ്ടത്, അത് വ്യക്തമാക്കേണ്ട ഔദ്യോഗികമായ പ്രതികരണമാണ്. പക്ഷേ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ചതാണ്. തന്നെയുമല്ല, ഈ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഇന്ത്യൻ നേതൃത്വവുമായി 3 മണിക്കും 2 മണിക്കും ഇടയിൽ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരം ചില വാർത്തകൾ ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ കൂടി വന്നിരുന്നു എന്ന് നമ്മൾ മറക്കരുത്. ഒരു തരത്തിൽ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് ഇന്ത്യയെ സ്വാഗതം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു, വെടിനിർത്തൽ തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ അറിയിക്കുന്നു എന്ന വിവരം ഇന്ത്യയിലെ പല മാധ്യമങ്ങളും ഇംഗ്ലീഷ് വാർത്താ ചാനലുകൾ അടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരമൊരു കോള് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനെ തേടി വന്നിരുന്നു എന്നത് ഈ 3 മണിക്ക് ഈ ചർച്ച നടന്നു എന്ന് ഔദ്യോഗികമായി പറയുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം നീക്കങ്ങൾ നേരത്തെ നടന്നിരുന്നു. ഒരുപക്ഷെ പാകിസ്ഥാൻ
അത്തരം ഒരു വെടിനിർത്തൽ ഈ ഘട്ടത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകാം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ധറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇഷാഖ് ധറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം ഇന്ന് രാവിലെയാണ് അവിടുത്തെ വാർത്താ ഏജൻസിയോട് സംസാരിച്ചത്. പൊളിറ്റിക്കൽ രാഷ്ട്രീയ ചർച്ചകൾ അതിൽ നടക്കുന്നുണ്ട്. ഇന്ത്യ അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളും അത് അവസാനിപ്പിക്കും എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായി അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ വെടിനിർത്തലിനെ പറ്റിയുള്ള ചർച്ചകളിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വ്യാപൃതരായിരുന്നു, അല്ല ഇന്നലെ രാത്രി തന്നെ വ്യാപൃതരായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് അത്തരം പരാമർശങ്ങൾ എന്നത് ആർക്കും വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വിക്രം മിശ്രി അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ ഇക്കാര്യത്തിൽ ഒരു നയതന്ത്ര മര്യാദകളൊക്കെ പാലിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ആ വാക്കുകൾ, ആ പരാമർശങ്ങൾക്കപ്പുറത്തേക്ക് ഉറപ്പായും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഇത്തരം ഘട്ടങ്ങളിൽ കഴിയില്ല. അതിന് സ്വതന്ത്രമായി അത്തരം ചോദ്യങ്ങൾ എടുക്കാനും അതിന് മറുപടി പറയാനും പറ്റുക നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് തന്നെയായിരിക്കും. വിദേശകാര്യ മന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ അതിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ കൂടുതൽ വിശദീകരണവുമായി അടുത്ത മണിക്കൂറുകളിൽ മാധ്യമങ്ങളെ കാണുകയോ രാജ്യത്തെ കാണുകയോ ചെയ്യും എന്ന് നമുക്ക് പറയാം. അതിനപ്പുറത്തേക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് ഇത്തരം ചില നിരീക്ഷണങ്ങളിൽ, ചില നിഗമനങ്ങളിൽ എത്താനേ കഴിയും. ഇതിൽ അമേരിക്കൻ മധ്യസ്ഥം എന്നത് അത് അവകാശപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ഒരു അവകാശം അതേ നിലയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അമേരിക്ക അത്തരം ഒരു മധ്യസ്ഥതയിൽ ഇടപെട്ടതായി അങ്ങനെ ഇതിന് മുൻകൈ എടുത്തിട്ടുണ്ടാകാം. ചർച്ചകൾ നടത്തണമെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും തുടർച്ചയായി പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്ത് എന്നത് ചോദിച്ച് അതിൽ പാകിസ്ഥാനോട് അതിൻ്റെ അഭിപ്രായം തോടിയിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് അവരുടെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടത്തി ഇന്ത്യയും പാകിസ്ഥാനും ഒരു സീസ് ഫയർ അഗ്രിമെന്റിൽ എത്തി എന്ന് കരുതാൻ കഴിയുമോ എന്നതിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ലോകത്തിന് മുന്നിൽ വെച്ചിരുന്ന ചില പ്രധാനപ്പെട്ട സംഗതികൾ ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ സാഹചര്യം അതെന്താണ് എന്ന് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ട അതിന് നേതൃത്വം വഹിച്ച അല്ലെങ്കിൽ അതിലെ ക്രിമിനലുകളായ അതിലെ മാസ്റ്റർ മൈൻഡുകൾ ആരൊക്കെയാണ് എന്നും ഏത് സംഘടനയാണ് അതിൽ റെസ്പോൺസിബിൾ ആയതെന്നും അതിനെ നയിക്കുന്നത് ആരാണെന്നും അതിൻ്റെ ഹൈഡ് ഔട്ട് എവിടാണ് എന്നത് സംബന്ധിച്ചും ലോകത്തോട് ഇന്ത്യ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അത് പാകിസ്ഥാന് പോലും നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യത്തെ ഓപ്പറേഷൻ നടത്തി അതിൻ്റെ റിസൾട്ട് ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യ മുംബൈ ഭീകരാക്രമണത്തിലോ കാണ്ഡഹാറിലെ വിമാനം തട്ടിക്കൊണ്ടുപോകലോ തൊട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റുകളുടെ ക്രിമിനലുകളുടെ കൂട്ടത്തിലുള്ള 5 പേർ ഇതിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇന്ന് സ്ഥിരീകരിച്ചു വരികയാണല്ലോ. അപ്പോൾ ഇന്ത്യ മുന്നോട്ട് വെച്ച ആ നിലപാടുകളിൽ അത് പൂർണ്ണമായും ശരിയാണെന്ന് തന്നെയല്ല. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടത്തിൽ ടെറർ ക്യാമ്പുകൾ, അവരുടെ ഹൈഡ് ഔട്ടുകൾ, ടെറർ ക്യാമ്പുകൾ, അവരുടെ ഈ പറയുന്ന അവരുടെ ക്യാമ്പസുകൾ ആക്രമിച്ച് തകർത്തത് അത് വെറും കെട്ടിടങ്ങൾ മാത്രമല്ല, അതിൽ ഭീകരരടക്കം തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട് എന്നത് തെളിയിക്കപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ നമ്മളുടെ നിലപാടുകളിൽ പിന്നോക്കം പോവുകയോ അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചോദ്യം ചെയ്യൽ എവിടെ ഒന്നും ഉണ്ടാവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല തന്നെയല്ല, അത് 100% ശരിവെക്കുക കൂടി ചെയ്യുന്നുണ്ട് പിന്നീട് നടന്ന സംഭവ പരമ്പരകളാകെ. പിന്നീട് പാകിസ്ഥാൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചത് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുക, ജനവാസ സിവിലിയൻസ് കാഷ്വാലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആ നിലയിലാണ് പാകിസ്ഥാൻ ഈ വിഷയത്തെ ശ്രമിച്ചത്. അപ്പോഴും ഇന്ത്യ ഇന്നലെയാണ് മിലിറ്ററി ടാർഗറ്റുകളിലേക്ക് ഇന്ത്യയുടെ നീക്കം നടന്നത്. അവരുടെ വ്യോമ താവളങ്ങൾ ആക്രമിച്ചത്, സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത്. അത് വിജയകുമാർ, ഇപ്പോൾ അത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഒരു എക്സ്പോസ്റ്റ് കൂടി വരുന്നുണ്ട്. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹൗ ടുഡേ വർക്ക്ഡ് ഔട്ട് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓൺ സ്റ്റോപ്പേജ് ഓഫ് ഫയറിംഗ് ആൻഡ് മിലിറ്ററി ആക്ഷൻ. അതായത് അക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം തന്നെ ഇപ്പോൾ വരുന്നു. വിജയകുമാർ, മന്ത്രി തന്നെ ഇത് വ്യക്തമാക്കും. നേരത്തെ വിദേശകാര്യ സെക്രട്ടറി അത് പറഞ്ഞതാണ്, മന്ത്രിയും അക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. അതെ ഇത് എനിക്ക് തോന്നുന്നു ആ സ്ഥിരീകരണം ഒരു വളരെ പ്രാഥമികമായി ഈ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ നൽകാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ വിശദീകരണം എന്നതിനപ്പുറത്തേക്ക് അതിലൊരു പക്ഷേ കുറെ കൂടി ആഴത്തിൽ ഉള്ള പ്രതികരണങ്ങൾ ഉണ്ടാവാൻ അടുത്ത മണിക്കൂറുകൾ കാത്തിരിക്കുമ്പോൾ അതുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ സൈനികമായി നടക്കുന്ന ഏതു നീക്കങ്ങളും ഏതു നടപടിയും അതൊരു യുദ്ധത്തിലേക്ക് ഒരു മുഴുവൻ സമയ യുദ്ധത്തിലേക്കൊക്കെ നീങ്ങാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കാര്യത്തിൽ പാകിസ്ഥാന്റെ ഈ അഗ്രഷൻ അതേ നിലയിൽ ഇന്ത്യ സ്വീകരിക്കുകയായിരുന്നെങ്കിൽ അതൊരു സംശയവും വേണ്ട, ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുമായിരുന്നു. ഈ മേഖലയിൽ തന്നെ ലോക സമാധാനത്തിന് തന്നെ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യാനും. തന്നെയുമല്ല, ഇന്ത്യ ഒരിക്കലും ഏതെങ്കിലും ഒരു യുദ്ധം തുടങ്ങി വെച്ച ഒരു ദുഷ്പേരുള്ള രാജ്യമല്ല. അപ്പോൾ പരമാവധി സംയമനത്തോടെ ഈ വിഷയങ്ങളെ മുഴുവൻ സമീപിച്ചു എന്നതാണ് ഇന്ത്യക്ക് ഈ ഘട്ടത്തിലും ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തുമ്പോഴും തല ഉയർത്തി പറയാൻ കഴിയുന്നത്. പരമാവധി സംയമനത്തോടെ
ഈ വിഷയങ്ങളെ നേരിട്ടു. സിവിലിയൻ മേഖലകൾ ലക്ഷ്യമിട്ട് ഒരു ആക്രമണവും നടത്തിയിട്ടില്ല ഇന്ത്യ എന്നത് ഈ ഘട്ടത്തിലും വളരെ തലയുയർത്തി പറയാൻ ഇന്ത്യക്ക് കഴിയും എന്നത് ചെറുതല്ലാത്ത ഒരു നേട്ടം തന്നെയാണ് ഈ ദിവസങ്ങളിലെ സാഹചര്യം പരിശോധിക്കുമ്പോഴും.